മോഹൻലാലിനൊക്കെ കാലം മലയാള സിനിമയെ തീർന്നു. ഇനി മോഹൻലാലിന്റെ സിനിമയൊന്നും കേരളത്തിൽ ഓടാൻ പോകുന്നില്ല. മോഹൻലാലിനൊക്കെ ആർക്ക് വേണം, ആര് കാണും ലാലിന്റെ സിനിമ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കൃത്യമായ രീതിയിലുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ദിവസം ബുക്ക് മൈ ഷോ തന്നെ അടിച്ചു പോയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ എമ്പുരാൻ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പം വന്നതെന്ന് വെച്ചാൽ ഞാൻ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ പോയി കാണുന്നുണ്ട്. ഫസ്റ്റ് ഷോ കിട്ടിയില്ല, അടുത്ത ഷോയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ബുക്കിംഗ് ആണ്. കാരണം എന്തായാലും ഫസ്റ്റ് ഡേ നമ്മൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണും. അപ്പോൾ ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുത്ത ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. ലിയോയും പുഷ്പ 2 ഇനി പിന്നിൽ ആദ്യ മണിക്കൂറിൽ ഏറ്റവും അധികം ബുക്കിംഗ് നേടുന്ന ഇന്ത്യൻ ചിത്രമായ എമ്പുരാൻ എന്നുള്ള രീതിയിലൊരു വാർത്തയാണ് ഇപ്പം വരുന്നത്. ബുക്ക് മൈ ഷോ തന്നെ അടിച്ചു പോകുന്നൊരു സീൻ നമ്മളിപ്പം കണ്ടിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിൽ ആദ്യ 1 മണിക്കൂറിൽ ഏറ്റവും അധികം ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായ എമ്പുരാൻ 1,00,000-നടുത്ത് ടിക്കറ്റുകളാണ് ആദ്യ മണിക്കൂറിൽ വിറ്റുപോയത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത് പുതിയ റെക്കോർഡാണ്. വിജയുടെ ലിയോ, അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്നിവയുടെ റെക്കോർഡാണ് എമ്പുരാൻ നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് തകർത്ത് കളഞ്ഞത്. മാർച്ച് 21 രാവിലെ 9 മണിക്കാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത്. ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. പല തിയേറ്ററുകളിലും റിലീസ് ദിവസത്തെ ടിക്കറ്റുകൾ തീർന്ന അവസ്ഥയാണ്. ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ പോലും നിലച്ച അവസ്ഥയുണ്ടായി എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിൻ്റെ സിനിമ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇറങ്ങിയത് വലിയ രീതിയിൽ ഓടിയിട്ടൊന്നുമില്ലായിരുന്നു. അന്നൊക്കെ മോഹൻലാലിനെ വലിയ രീതിയിൽ ആൾക്കാർ ട്രോളുന്നൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല സിനിമകളൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഹൻലാലിൻ്റെ നല്ല കിടിലൊരു പടം വന്നു കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. കേരളത്തിലെ റെക്കോർഡുകളൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് 1 മണിക്കൂറിനുള്ളിൽ നടന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ എമ്പുരാനാണ് എന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നു. ബുക്ക് മൈ ഷോ തന്നെ കുറച്ച് സമയത്തേക്ക് നിലച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും പറയാം 64 വയസ്സുണ്ട് മോഹൻലാലിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓളമൊന്നും ഇന്ന് കേരളത്തിലെ വേറെ ജീവിച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ നടനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ പുതിയ റെക്കോർഡുകളായാലും കളക്ഷൻസ് ആയാലും മോഹൻലാൽ ഒരു കുറ്റിയടിച്ചിട്ട് പോവും. ഇതിന് പിന്നാലെയാണ് ഇവരെല്ലാം ഓടിയും വരുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. മോഹൻലാലിനെ എന്തൊക്കെ തരത്തിൽ ആൾക്കാർ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത സമയത്ത് മമ്മൂട്ടിയുടെ കുറേ പടങ്ങൾ വന്നു, ഹിറ്റാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു, മോഹൻലാൽ ഇനി മലയാള സിനിമയിലില്ല, മോഹൻലാലിൻ്റെ അഭിനയം വളരെ മോശമാണ്, ഇനി ആര് കാണാനാണ് മോഹൻലാലിൻ്റെ സിനിമകൾ എന്നൊക്കെ ചോദിച്ച ആൾക്കാർക്ക് മോഹൻലാലിൻ്റെ ഒരു നല്ല പടം വരുവാണെന്നുണ്ടെങ്കിൽ അത് കാത്തിരിക്കുന്നവർ തന്നെയാണ് മലയാളികളെന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ബുക്ക് മൈ ഷോയിലെ വാർത്ത എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാം, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നമ്മുടെ മലയാള സിനിമയിലെ കിട്ടിലൻ നടന്മാരൊക്കെയാണ്, അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ മോഹൻലാലിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓളമൊന്നും മലയാള സിനിമയിലെ മമ്മൂട്ടിക്ക് ഉണ്ടാക്കാനേ പറ്റുന്നില്ല. അത് കളക്ഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. ഇന്നും മോഹൻലാലിൻ്റെ ഒരു പടം, കിട്ടിലൊരു പടം വന്നു കഴിഞ്ഞാൽ ഫാമിലി ഒന്നടങ്കം തിയേറ്ററിലേക്ക് വരും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളായിരുന്നു ജിത്തു ജോസഫിൻ്റെ ഒരു കോർട്ടൂൺ ഡ്രാമയായിട്ടുള്ള നേരെന്ന് പറഞ്ഞുള്ളത്. ചെറിയ പടമായിരുന്നു. പോസിറ്റീവ് അടിച്ചപ്പോഴത്തേനും ആ പടത്തിൻ്റെ കളക്ഷൻ എന്തായിരുന്നെന്നും ആ പടം കാണാൻ എങ്ങനെയല്ലാണ് ഫാമിലി തിയേറ്ററിലേക്ക് വന്നതെന്നൊക്കെ നമ്മൾ കണ്ടാണ്. സംഭവം വളരെ സിമ്പിളാണ്. 64 വയസ്സൊക്കെയായി, ശരിയാ. മോഹൻലാലിൻ്റെ കുറച്ച് പടങ്ങളൊക്കെ അടുത്ത കാലത്ത് നല്ല രീതിയിൽ വന്നിട്ടുമില്ല, അതും ശരിയാ. എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതി തള്ളാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല ലാൽ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് മനസ്സിലാകാൻ ഈ ഒരൊറ്റ ദിവസത്തെ 1 മണിക്കൂറിൻ്റെ ബുക്കിംഗ് റേറ്റ് മാത്രം മതി. അല്ലെങ്കിൽ ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പ് വരെ കിടന്ന് വിറയ്ക്കുന്ന കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇന്ത്യൻ സിനിമയിൽ 1 മണിക്കൂർ കൊണ്ട് ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ. പുഷ്പ 2വിനെയും ലിയോയും ഏതെല്ലാം തരത്തിലുള്ള പ്രൊമോഷനിലൂടെ വന്ന പടമാണെന്നും ഈ നമ്മൾ അറിയാമല്ലോ, വിജയുടെ ഒരു പടം വരാൻ നേരത്തുള്ള ബുക്കിംഗ് എന്താണെന്ന്. അതിനെ വരെ മറികടന്നൊരു മലയാളം പടത്തിന് കയറി വരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, പോസിറ്റീവ് ഒരു റിപ്പോർട്ടാണ് എമ്പുരാന് വരുന്നതെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നടന് ആ റെക്കോർഡ് അങ്ങോട്ട് തിരുത്താൻ പറ്റും അടുത്ത കാലത്ത് എന്നൊരു വിശ്വാസവും പ്രതീക്ഷയും ആർക്കും വേണ്ട. കാരണം മോഹൻലാൽ എന്ന പേരാണ് അതിൻ്റെ ഗ്യാരണ്ടി. അതൊരു പേജ് കാണുന്ന ഫോളോ